സത്യത്തിൽ ഇവിടെ ഇസ്രായേൽ തെറ്റെന്തെങ്കിലും ചെയ്ത് നമുക്ക് ഇല്ല, പറയാൻ പറ്റില്ല. കാരണം 2023 ഒക്ടോബർ 7 എന്ന് പറയുന്ന ഒരു ദിവസത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മാത്രം മതി. ഹമാസ് ജയിച്ചു എന്ന് നിലവിളിക്കുന്നവർക്ക് അപ്പം മനസ്സിലാകും എന്താണ് സംഭവിച്ചതെന്നുള്ളത്. എന്തായാലും സിനുജി തുടക്കത്തിൽ പറഞ്ഞതുപോലെ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. കുറേ ജീവനുകൾ എടുക്കും, കുറേ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകും എന്നതിനപ്പുറം ആര് ജയിച്ചാലും ആര് തോറ്റാലും സമാധാനപൂർവമായ ഒരു ജീവിതമാണ് ലോകത്തുള്ള എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. യുദ്ധം ആരും അംഗീകരിക്കുന്ന ഒരു കാര്യവുമല്ല. അപ്പോൾ തീർച്ചയായിട്ടും നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ നല്ലത് തന്നെയാണ്. പക്ഷേ അത് അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ എല്ലാം നല്ല രീതിയിൽ സംഭവിക്കട്ടെ. ഇപ്പോൾ ട്രംപ് വന്നു, നെതന്യാഹുവായിട്ട് കൂടിച്ചേർന്ന് ചില ആലോചിക്കട്ടെ. എന്തായാലും ഇപ്പം പൊതുവെ നാട്ടിൻപുറത്തൊക്കെ പറയുകയാണെങ്കിൽ ഹമാസിന്റെ നിക്കറ് കീറിയുന്നു. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടി വരും. ചില അമ്മച്ചിമാരിരുന്ന് കരയുന്നുണ്ട്, ചിരിച്ച് നിലവിളിക്കുന്നുണ്ട്, കുരയ്ക്കുന്നുണ്ട് ഹമാസ് ജയിച്ചു എന്ന്. ഇടയ്ക്കൊക്കെ ഒന്ന് നാഷണൽ മീഡിയകളും ഒന്ന് വാർത്തകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും.